അങ്ങനെ നമ്മൾ കുറേ ദിവസമായില്ല വ്ളോഗ് ചെയ്തിട്ട്. വ്ളോഗ് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. പനി പിടിച്ച് ഞാൻ 2 ദിവസമായിട്ട് കിടക്കുമായിരുന്നു. ഇന്നിപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്, പക്ഷെ എന്നാലും കുറഞ്ഞിട്ടില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നതാണ്. കഴിഞ്ഞ ദിവസം കല്ലിൽ നീണ്ടേക്കാൻ പറ്റില്ലാത്ത അവസ്ഥയ്ക്കാണ് പോടി കിടപ്പായിരുന്നു. 2 ദിവസത്തിന് ശേഷം ഇപ്പം ഒന്ന് തലയൊന്ന് പൊങ്ങിയത്, പക്ഷെ തല പൊങ്ങിയും നല്ല തലവേദനയാണ്. തലവേദനയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ പിന്നെ വീണ്ടും ഒന്ന് പോയി ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങണതാണ് കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ വലിയ മഴയൊന്നും ഉണ്ടായില്ല, പക്ഷേ ഇപ്പോൾ പെയ്യണ്ട. അപ്പോൾ ഞാൻ സെറ്ററൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഡോക്ടറിൻ്റെ അടുത്തായിട്ട് അങ്ങ് പോകാമെന്നങ്ങ് വിചാരിച്ചു. പിന്നെ നല്ലൊരു മഴ കഴിഞ്ഞിട്ടിരിക്കും കേട്ടോ. മഴ ഒന്ന് കുറഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നാൽ പിന്നെ ഞാൻ പെരെല്ലാം പൂട്ടി പുറത്തിറങ്ങി ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് കുറച്ചും കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തപ്പോൾ അയ്യോ ഹെൽമെറ്റ് എടുത്തില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയല്ല പോകണേ, കിച്ചണും ടൗണിലുണ്ടാവും. അപ്പോൾ ടൗൺ വരെ ഞാൻ സ്കൂട്ടി കൊണ്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ. നല്ല കാറ്റുമായിരുന്നു. മുറ്റത്താണെങ്കിൽ കരിയിലയുടെ അഭിഷേകമാണ് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലാണ് റബ്ബറിൻ്റെ മരമൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഴ പെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല കരിയിലായി കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. പിന്നെ ഞാൻ നേരെ പോയി ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോയി. ഇതാണ് എന്നും അത് ഞാൻ പെര പൂട്ടി ഇറങ്ങി കഴിയുമ്പോൾ ഹെൽമെറ്റിൻ്റെ കാര്യം ഓർക്കണം. പിന്നെ ഹെൽമെറ്റൊക്കെ പോയി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അകത്തേക്ക് കയറി പോയി. അങ്ങനെ ഹെൽമെറ്റൊക്കെ എടുത്തു. ഇനി നേരെ ഹോസ്പിറ്റലിലേക്കാണ്. ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് BP നോക്കുന്നത്. കഴിഞ്ഞ ദിവസം BP നോക്കാൻ വേണ്ടി പോയിട്ട് BP എന്ത് കിട്ടുന്നുണ്ടായിരുന്നു. 2 കൂടി പിടിച്ച് നോക്കിയിട്ടും BP ലോ ആയി പോയായിരുന്നു. എന്നിട്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ടോ. അപ്പോൾ നമ്മൾ മെയിൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ മാസ്ക് നിർബന്ധമാണല്ലോ. കിച്ചണ് എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ മാസ്ക് വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുവാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. ഹോസ്പിറ്റലിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ, അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ എൻ്റെ മാസ്ക് വാങ്ങിച്ച് ജലദോഷം ചെറുതായിട്ടുണ്ട്, ബാക്കി വലിയ കുഴപ്പമൊന്നുമില്ല. തലവേദനയാണ് സഹിക്കാൻ പറ്റില്ലാത്ത. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഡോക്ടറെ കണ്ട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന് ശേഷം പിന്നെ ബില്ലടയ്ക്കാൻ വേണ്ടി ബില്ലും അടച്ച് മെഡിസിനും വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക്. ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടി ഇറങ്ങിക്കോ. എന്നാലും ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. കോട്ട് ഇടേണ്ട പോയി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നാളെ ഹോസ്പിറ്റലിൽ വന്ന് വീണ്ടും ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കോട്ടം കിടാമെന്ന് വിചാരിച്ചു. ചെറിയൊരു പൊടിമഴയുള്ളൂ കേട്ടോ. പക്ഷേ പനി പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ കോട്ട് ഇട്ടിരിക്കുന്ന നമുക്ക് പണി കിട്ടുമല്ലോ. കിച്ചൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോയിക്കാം കേട്ടോ. കിച്ചൻ്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയല്ലേ, നല്ല മഴയും പനിയും മസാല ദോശ അമ്പോ അടിപൊളിയാണ്. ഇറന്നും കൊണ്ടല്ല വിശന്നിട്ടോ, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങോണ്ട് ഏറ്റവും എനിക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത പരിപാടി ഈ കോട്ടൂരലാണ്. എവിടെ ചെന്നാലും കോട്ടൂരുക ഇടുക ഭയങ്കര പാടാണ് കേട്ടോ. ഇപ്പോൾ ബാഗില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. ഊരാനും വിടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കോട്ടയൊക്കെ എടുത്തിട്ടു. പക്ഷേ കോട്ടയൊക്കെ ഇട്ട് ഇറങ്ങാൻ നേരത്താണ് വൻ വിറ്റായത്. അപ്പോഴത്തേക്ക് മഴ മാറിയായിരുന്നു. പിന്നെ പനി കൂടണ്ടല്ലോ എന്ന് വെച്ച് പിന്നെ കോട്ടയൊക്കെ ഇട്ട് വീട്ടിൽ